രാധാകൃഷ്ണനാണ്, ചാത്തന്നൂരിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, ഒരു മകന് സ്വന്തം അച്ഛൻ്റെ ചിതയെരിയുന്ന സമയത്ത് മറ്റുള്ളവരോട് ദേഷ്യപ്പെടേണ്ട അവസ്ഥ ഉണ്ടാക്കുന്ന അത്ര സ്വകാര്യതാ ലംഘനം ആണ് നടന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇപ്പോൾ നമ്മൾ തികച്ചും ന്യായമായ ഒരു വിഷയമാണെന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. സമൂഹത്തിന്റെ മുന്നിൽ, പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ മുന്നിൽ വലിയ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്ന ഒരു വിഷയമാണ് ഇത്. നമ്മൾ തികച്ചും ഇറച്ചി കഷ്ണത്തിൽ കഴുകന്മാർ കൊത്തിവലിക്കുന്നത് പോലെയാണ് ആ തരത്തിലേക്ക് തരം താഴ്ന്നിരിക്കുന്നു ഇപ്പോഴത്തെ പുതിയ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ വേണ്ട ഏറ്റവും അധികം മനുഷ്യന്റെ വികസനത്തിന്, മനുഷ്യന്റെ പുതിയ ആധുനിക എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങൾക്കും ഉപോത്ബലകമായി നിൽക്കുന്നതാണ് സോഷ്യൽ മീഡിയ. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ നമ്മളെ ഗുണത്തിനു വേണ്ടി എന്നതിനേക്കാൾ ഉപരി അങ്ങേയറ്റം മോശകരമായ പ്രവണതകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എനിക്കും താങ്കൾക്കും ഈ സമൂഹത്തിനെല്ലാം തന്നെ അറിയാം. നമ്മൾ അവിടെ തന്നെ നോക്കും, നമ്മളെ സിസ്റ്റത്തിന്റെ എനിക്ക് പറയാനുള്ളത് സിസ്റ്റത്തിന്റെ ഒരു തകരാറാണ്. കാരണം നമുക്ക് IT വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. അത് വേണ്ടത്ര നമ്മുടെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നമ്മൾ ഗവൺമെന്റ് നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ എനിക്ക് രാഷ്ട്രീയമുണ്ട്, നമുക്ക് രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കാം. രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി സമൂഹത്തിന് താല്പര്യമാണ്. ഞങ്ങളൊക്കെ എങ്ങനെ എടുക്കുന്നത്? അന്ധമായിട്ടുള്ള രാഷ്ട്രീയമൊന്നും ഞങ്ങൾ എടുക്കാറില്ല. അപ്പോൾ നമ്മൾ ഇപ്പൊ തന്നെ നമ്മുടെ പുതിയ സർക്കാർ വന്ന് സ്വാഗതാർഹമാണ്. പ്രായമുള്ളവർക്ക് വേണ്ടി, വയസ്സായവർക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ വൃദ്ധജനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ചിരിക്കും, നല്ല കാര്യം. അതുപോലെ നമ്മുടെ IT മേഖലയിൽ ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം നിയന്ത്രിക്കേണ്ടിരിക്കും. ഞാൻ താങ്കൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കും. നമുക്ക് ഈ മൊബൈൽ ഫോൺ, ഈ വിഷ്വൽ മീഡിയ ഈ നമ്മുടെ സോഷ്യൽ മീഡിയ വരുന്നതിന് മുന്നേ നമ്മുടെ ഒരു സാധാരണ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പടം പകർത്തുവാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ക്യാമറയാണ്, സ്റ്റുഡിയോയിൽ ഒരു ക്യാമറ. പഴയ കാലത്ത് നമ്മൾ ഈ ക്യാമറയായിട്ട് കൊണ്ടുവന്ന് ഏതെങ്കിലും വഴിയെ പോകുന്ന ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ കൂട്ടത്തെയോ ഒക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുമായിരുന്നു. അന്ന് നമ്മൾ അകത്താകും. അതുപോലെ തന്നെ ഇന്ന് പക്ഷേ ഈ മൊബൈൽ ഫോണിന് പക്ഷേ നിയന്ത്രണമില്ല. ആരെയും എവിടെയും വഴിയെ പോകുന്ന പെൺകുട്ടി എല്ലാവരുടെയും എടുക്കാം, ഒരു നിയന്ത്രണമില്ല. എവിടെയും കയറി എന്തും ചെയ്യാം ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. നമുക്കിതിന് ലൈസൻസ് വെക്കാം. നമ്മളൊരു വാഹനം എടുത്താൽ ലൈസൻസ് വേണം, ഒരു വീട് വെക്കാൻ നമുക്ക് ലൈസൻസ് വേണം. ഒരാളൊരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ തീർച്ചയായും അവർക്ക് നിയമം അനുശാസിക്കുന്ന രീതിയിൽ നിബന്ധനകൾ വെച്ചുകൊണ്ട് അവർക്ക് ലൈസൻസ് ഉൾപ്പെടെ കൊടുക്കണം. ഏതെങ്കിലും ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടി പോലും ഒരു ഫോൺ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അവനൊരു വ്ളോഗറായി മാറുകയാണ്. അവന്റെ തോന്നിയ രീതിയിൽ അവൻ അധിക്ഷേപിക്കുന്നു, മറ്റുള്ളവരുടെ കടമെടുത്തിട്ടാണ്. അവന് സ്വന്തമായിട്ട് ആശയമില്ല. ഇപ്പൊ തന്നെ നമ്മൾ സലീം കുമാറിന്റെ കാര്യം തന്നെ പറഞ്ഞു. വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന പല റീൽസിലും അദ്ദേഹത്തിന്റെ കണ്ടന്റുകളാണ് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ബ്ലോഗർമാർക്കൊന്നും സ്വന്തമായിട്ട് ഐഡിയ ഇല്ല. അപ്പം ഇത്തരത്തിൽ ഇതിനൊക്കെ ഒരു സിസ്റ്റം വരേണ്ടിയിരിക്കുന്നു, ഒരു ലൈസൻസിങ് സംവിധാനം. നിങ്ങൾ നമുക്ക് ദൃശ്യമാധ്യമങ്ങളുണ്ട്. ദൃശ്യമാധ്യമങ്ങൾ ഒഴിച്ച് നിങ്ങൾ ചാനലുകൾ ഒഴിച്ച്, നേരത്തെ ഒരു സുഹൃത്ത് ഏഷ്യനെ കുറിച്ച് പറയാൻ തെറ്റാണ്. എല്ലാ ചാനലുകളും ഔദ്യോഗികമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്, അല്ലാതെ ബ്ലോഗർമാരെ പോലെ പിടിക്കുന്നവരല്ല. ചാനലുകൾക്ക് 24 മണിക്കൂറും സംപ്രേഷണം ചെയ്യുവാനും എവിടെയും കടന്നു ചെല്ലാനുള്ള അധികാരമുണ്ട്. അത് ഗവൺമെന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഈ ബ്ലോഗർമാരെയും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള കാലം കഴിഞ്ഞു. IT വകുപ്പിന് തന്നെ പുതിയ ഭേദഗതികൾ, നിയമത്തിന്റെ പുതിയ ഭേദഗതികൾ കൊണ്ടുവരണം. അപ്പൊ എനിക്ക് ഒരു യൂട്യൂബ് ഗ്രൂപ്പ് ചാനൽ തുടങ്ങണമെങ്കിൽ, എനിക്കൊരു വ്ളോഗർ ആകണമെങ്കിൽ, എനിക്ക് എന്തെങ്കിലുമൊക്കെ റീൽസ് ഇടണമെങ്കിൽ എനിക്കൊരു ലൈസൻസ്, അതിന്റെ സാങ്കേതികത്വം എനിക്ക് അറിയത്തില്ല, നിങ്ങൾക്കൊക്കെ അറിയാൻ സാധിക്കും. അതിനൊക്കെ നിയമാനുസൃതമായിട്ടുള്ള ഒരു ലൈസൻസിങ് സംവിധാനം. നിയമം കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു കാര്യമില്ല. ഇതിപ്പോൾ വ്ളോഗർ ആകുന്നതിന് ഒരാൾക്ക് അങ്ങനെ ചെയ്യുന്നതിനൊന്നും തെറ്റില്ല. നല്ല രീതിയിൽ വ്ളോഗ് ചെയ്യുന്നവരും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരാരും ഇങ്ങനെ മരണ വീട്ടിൽ പോയി അവിടെ വരുന്ന ഇതും ചെയ്തുകൊണ്ടിരിക്കാറില്ല. കാരണം നമ്മൾ പുതിയ ഈ തരത്തിലുള്ള ആൾക്കാർക്കൊന്നും കൗൺസിലിംഗ് കൊണ്ട് മാറത്തില്ല. അവർക്കൊക്കെ നല്ല മാനസിക ചികിത്സയാണ് വേണ്ടത്. അവരൊന്നും ജീവിതാനുഭവങ്ങളില്ല. അവരിനി നാളെയും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ സംവിധാനം നമ്മൾ പുതിയ നിയമ സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. നല്ലോണം ഇത് കൈകാര്യം ചെയ്യുന്നവരൊന്നും നമ്മളൊന്നും പറയുന്നില്ലല്ലോ. ഇതിന്റെ ഈ മനസാക്ഷി, ഇപ്പൊ ഈ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് മനസാക്ഷിയോ സ്നേഹമോ ലെവലേശം പോലും അവരുടെ മനസ്സിലില്ല. ഉണ്ടെങ്കിൽ അവരുടെ മരണ വീട്ടിൽ ഇങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ എല്ലാ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ചിലർക്കെങ്കിലും ഞാൻ നോക്കട്ടെ, എന്തിനാ വാഹനം എടുക്കുമ്പോൾ ലൈസൻസ് വെച്ചിരിക്കുന്നത്? ലൈസൻസ് നമുക്ക് സ്വന്തം പൈസയ്ക്ക് വണ്ടി എടുത്ത് തോന്നിയാണ് ഓടിച്ചുകൂടെ? പറ്റത്തില്ല. ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണം. ആ നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇൻഫ്ലുവൻസർമാർ ഇങ്ങനെ കൂടുന്നത്. അവർ എവിടെയും കയറി ക്യാമറ കൊണ്ട് എന്തും ചെയ്യുന്നത്. അതിന്റെ പരിണിത ഫലമാണ് ഇന്നലെ ഇവിടെ കണ്ടത്. ഇതിന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, ഏത് ഔചിത്യബോധമുള്ള മനുഷ്യനും കണ്ടാൽ അംഗീകരിക്കാൻ കഴിയുന്ന നടപടിയല്ല ഇന്നലെ ആ സംസ്കാര ചടങ്ങിലുണ്ടായത്.
അവിടേക്ക് നൂറുകണക്കിന് വരുന്ന ആളുകൾ മൊബൈലുമായി ഇടിച്ചു കയറുക, അവരെല്ലാവരും ലൈവ് വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനകത്ത് ചിലപ്പോൾ ഉത്തരവാദിത്തോടുകൂടി മാധ്യമപ്രവർത്തനം നടത്തുന്ന വളരെ ചുരുക്കം പേരായിരിക്കും. പക്ഷേ മഹാഭൂരിപക്ഷം പേരും അങ്ങനെയുള്ള ആളുകളല്ല. ഇവർ ഒരു പബ്ലിക് ന്യൂസൻസായി മാറുകയാണ്. സാറേ, ഞാൻ സംസാരിച്ചില്ല, പക്ഷേ ഞാൻ കേൾക്കേണ്ടിട്ട് വേണ്ടിയിട്ട് വെച്ചത്. ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ഇറങ്ങിയതാണ്ടാ. സോറി കേട്ടാ, നേരത്തെ കുഴപ്പമില്ല ശ്രീ ദിവാകരൻ, താങ്കൾ എന്തായാലും നിൽക്കട്ടെ. ശ്രീ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.